കഥേമമ്മയുടെ പുതിയ എപ്പിസോഡിലേക്ക് പതിവ് പോലെ സ്വാഗതം. രാമേന്ദ്രൻ സാർ, ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ചയാവുന്നത് ഇസ്രയേലിനെ കുറിച്ചാണ്. ലബനോണിൽ നടത്തിയ ഹിസ്ബുള്ളക്കെതിരെ നടത്തിയ ആക്രമണം അങ്ങനെ വിസ്മയിപ്പിച്ച് കൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിൻ്റെ ഒരു കഥ, അല്ലെങ്കിൽ മൊസാദിൻ്റെ ഏതെങ്കിലും ഒരു കഥ നമുക്ക് എന്തെടുത്താലോ? മൊസാദിൻ്റെ എത്ര കഥകളാണുള്ളത്, എത്ര പുസ്തകങ്ങളും. നമ്മളിന്ന് പറയുന്നത് ഇപ്പോൾ മൊസാദിൻ്റെ മേധാവി, പട്ടാള മേധാവിയൊക്കെ ഇസ്മയിൽ ഹാനിയെ ഈ കൊലപാതകം ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തി. അതെ, 2-3 കൊലപാതകങ്ങൾ ഹിസ്ബുള്ളയുടെ ഒരു നേതാവിനെയൊക്കെ കൊന്നു. പക്ഷെ 2010 തന്നെ ഈ എപ്പോഴും ഇപ്പോൾ യാഹിയ സിൻവർ എന്ന് പറഞ്ഞ മേധാവി ഇപ്പോഴത്തെ തലവൻ മരിച്ചപ്പോൾ പകരം വന്ന ആളാ, അദ്ദേഹത്തിന്റെ തല എപ്പോഴാ പോവുക എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് പുള്ളി ഇപ്പോൾ പർദ്ദ കിട്ടി നടക്കാന്നാ പറയുന്നത്. അതെ, തമാശയല്ല, സീരിയസ് അല്ലേ? അതെ അതെ, കാരണം അദ്ദേഹം ജനിച്ചത് അവിടെ ഗാസയിൽ തന്നെ ഒരു അഭയാർത്ഥി ക്യാമ്പിലാണ്. സ്ഥലമൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷെ സ്ത്രീകളുടെ കൂടെ പർദ്ദയിട്ടാണ് പുള്ളി സഞ്ചരിക്കുന്നതെന്ന് ആണ് പറയുന്നത്. അതെ, എന്ത് പർദ്ദയിട്ടാൽ അപ്പം ഈ ഹമാസിന്റെ മേധാവിയാകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എഴുതി വെക്കുക എന്ന് പറയുന്നതാണ് കഥമോകയാ. അത് അപ്പം 2010 ഇതുപോലെ അന്നത്തെ ഹമാസിന്റെ പട്ടാള മേധാവിയെ കൊന്ന കഥയാണ് പറയാൻ പോകുന്നത്. ഇത് ദുബായിലെ ഒരു ഹോട്ടൽ മുറി അദ്ദേഹം താമസിക്കാൻ വന്ന് കുറച്ച് സമയത്തിനകം അദ്ദേഹത്തിനെ ഹോട്ടൽ മുറിയിൽ കൈകാര്യം ചെയ്തതാണ് കഥയാണ്. റൂം നമ്പർ 203 അതാണ്. അപ്പോൾ ഇയാളുടെ പേര്, ഹോട്ടലിൻ്റെ പേരുണ്ട്, മഹ്മൂദ് അൽ മഹ്ബൂ എന്നാണ് അയാളുടെ പേര്. മഹ്മൂദ് അൽ മബൂഹ്, ചെറിയ മബൂഹ് ചെറുതായിട്ട് എടുക്കാം, വേറെ മതി. അപ്പോൾ ഇറാനുമായിട്ട് ഹമാസിന്റെ ബന്ധം ഊട്ടിയുറപ്പിച്ച ഒരാളാണ് ഈ മബൂഹ്. അങ്ങനെ ഒരു പ്രാധാന്യം അയാൾക്കുണ്ട്. ഇറാൻ എപ്പോഴും ഹമാസിന്റെ കൂടെ നിൽക്കുന്ന ഒരു പരിപാടിയിലേക്ക് എത്തിച്ചതായാണ്. ഇറാനുമായിട്ടുള്ള ഹമാസിന്റെ ബന്ധം ഉണ്ടാക്കിയെടുത്തത് ഇയാളാണ് മബൂഹ്. 2010 ജനുവരിയിൽ അയാൾ UAE ഇടയ്ക്കിടയ്ക്ക് ദുബായിൽ അയാൾ പോകാറുണ്ട്. ആ ദുബായിൽ വെച്ചിട്ടാണ് അയാൾ ഇറാൻകാരുമായിട്ടൊക്കെ സംസാരിക്കുക. കച്ചവട കേന്ദ്രമാണ് ദുബായ്. അപ്പോൾ അതുകൊണ്ട് ഇറാനിൽ നിന്ന് വ്യവസായികൾ ഇയാളെ കാണാൻ വരും. ആയുധമൊക്കെ കൊടുക്കുക, കാശ് കൊടുക്കുക, അങ്ങോട്ട് കൊടുക്കുക, ഇതൊക്കെ. പിന്നെ റെവല്യൂഷണറി ഗാർഡ് ഉണ്ടല്ലോ, ഇറാൻ്റെ എലൈറ്റ് ഗാർഡ്, റെവല്യൂഷണറി ഗാർഡിൻ്റെ മേധാവികളൊക്കെ വന്നിട്ട് ഇയാളുമായിട്ട് രഹസ്യ സംഭാഷണം നടത്തിയിട്ട് ഇസ്രയേലിനെ നമുക്ക് എങ്ങനെ ശരിപ്പെടുത്താം എന്നൊക്കെ ഇവിടെ വരുമ്പോൾ സംസാരിച്ചിട്ട് ആൾ തിരിച്ചു പോകും. ഇടയ്ക്ക് വരും, പിന്നെ അവർ ഇറാനിൽ നിന്ന് വരും. ഇയാൾക്കെതിരെ ഇസ്രയേൽ ഈ ദുബായിലെ ഈ ഓപ്പറേഷൻ നടക്കുന്നതിന് മുമ്പ് 3 വധശ്രമങ്ങൾ നടന്നിരുന്നു. അപ്പോൾ ഇയാൾക്കറിയാം ഇതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്ന് പറഞ്ഞിട്ടൊരു ഭ്രാന്തെടുത്ത അവസ്ഥയിലാണ് ഇയാൾ നടന്നുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. പാരനോയിഡ് ആയിരുന്നു ഇയാൾ. ഇറാനിൽ നിന്ന് ഗാസയിലേക്ക് ആയുധം ഉണ്ടാക്കി മേടിച്ച് അയച്ചു കൊടുക്കുക എന്നുള്ള പണിയാണ് ഇയാൾ ദുബായിൽ വന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ, വിമാനവേദ മിസൈലുകൾ, കപ്പൽ വേദ മിസൈലുകൾ, ഇതൊക്കെ സംഘടിപ്പിച്ച് ഗാസയിലേക്ക് ഇയാൾ അയക്കുന്നുണ്ടായിരുന്നു. ഇയാൾ പക്ഷേ 2010 ജനുവരിയിൽ, സാധാരണ ഇയാളുടെ കൂടെ അംഗരക്ഷകരൊക്കെ ഉണ്ടാവും, ആരെങ്കിലുമൊക്കെ ഉണ്ടോ നമ്മളെ ശരിപ്പെടുത്താൻ. 2010 ജനുവരിയിൽ ദുബായിൽ വരുമ്പോൾ ഇയാളുടെ കൂടെ അംഗരക്ഷകരുണ്ടായിരുന്നില്ല. അതിന് മുമ്പ് തന്നെ ഇയാളുടെ കംപ്ലീറ്റ് യാത്രാ പരിപാടിയൊക്കെ ഈ മൊസാദ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇയാളുടെ ഇമെയിൽ ഹാക്ക് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇയാൾ ദുബായിലെത്തുന്നതിന് മുമ്പ് തന്നെ ഇസ്രയേലിൻ്റെ സ്ക്വാഡ് അവിടെ എത്തി. ഇയാൾ ഇന്ന ദിവസം ഇന്നടത്ത് ഉണ്ടാവുന്നൊക്കെ അറിയാം അവർക്ക്, എപ്പോൾ എവിടെ ആർക്കൊപ്പം എന്നറിയാം. ഇമെയിൽ ഹാക്ക് ചെയ്തിരുന്നു. ഹോട്ടലും ചുറ്റുപാടും ഒക്കെ അവരുടെ പല ഓപ്പറേറ്റീവ്സ്, ഏജൻറ്റുമാരും ഒക്കെ വാച്ച് ചെയ്ത് നിരീക്ഷിച്ച് അവിടെ നിൽപ്പുണ്ടായിരുന്നു. സ്റ്റാഫിൻ്റെ പെരുമാറ്റം, പ്രവേശന സ്ഥലം, ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സ്ഥലം, ഇവിടെയൊക്കെ ആളുകൾ നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഹോട്ടലിൻ്റെ ലേഔട്ടില്ലേ, ഡിസൈൻ ലേഔട്ട്, ഓരോ മുറി, ഓരോ ഫ്ലോറിൽ എത്ര മുറി, എല്ലാം പ്ലാൻ എല്ലാം അവരുടെ കയ്യിലുണ്ട്. ക്യാമറ ആംഗിളുകൾ, ഹോട്ടലാവുമ്പോൾ
അതിൽ ഇവർക്കൊന്നും ചെയ്യാനില്ലല്ലോ. CCTV ക്യാമറാസ് ഉണ്ടാവും. ആ ക്യാമറകൾ എവിടെയൊക്കെ ഉണ്ട്, അതിൻ്റെ ആംഗിള് എങ്ങനെയൊക്കെയാണ് എന്നുള്ള വിവരങ്ങളും ഒക്കെ ഇവർ നോക്കി എല്ലാം പഠിച്ചിരുന്നു. അവർ പലതവണ ഈ സ്ക്വാഡുകൾ ഇവിടെ വന്നു പോയി. ജനുവരി 20-ാം തീയതി 2010 ജനുവരി 20-ാം തീയതി ഉച്ചയ്ക്ക് ഈ മഹ്ബൂബ് എത്തി. ഡമാസ്കസിൽ നിന്ന് ദുബായ് വിമാനത്താവളത്തിൽ വന്നു. സിറിയയിലെ ഡമാസ്കസിൽ നിന്ന് ദുബായ്ക്കുള്ള വിമാനത്താവളത്തിൽ വന്നു. അപ്പോൾ അയാളുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു ഫേക്ക് പലസ്തീൻ പാസ്പോർട്ടാണ്. അതിലുണ്ടായിരുന്ന പേര് മഹ്മൂദ് അബ്ദുൾ റൌഫ് മുഹമ്മദ് എന്നായിരുന്നു, അല്ലാതെ മഹ്ബൂബ് എന്നൊന്നുമല്ല. ഒരു വ്യാജ പാസ്പോർട്ടിലാണ് അയാൾ വന്നത്. ഇസ്രയേലിൻ്റെ സ്ക്വാഡ് ഇയാൾ വരുന്നത് നോക്കി അവിടെ എയർപോർട്ടിൽ തന്നെ ഹാജരായിരുന്നു, കാത്തു നിന്നു. ഇയാൾ വന്നിറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്തുടർന്നു. അരമണിക്കൂർ ഇയാൾ അൽ ബുസ്താൻ റൊട്ടാന ഹോട്ടലിൽ, അതാണ് ഹോട്ടലിൻ്റെ പേര്, അൽ ബുസ്താൻ റൊട്ടാന ഹോട്ടൽ, അതിലെ റൂം നമ്പർ 203, അതാണ് സംഭവ സ്ഥലം. ആ ഹോട്ടലിലേക്ക് ഇയാളെ പിന്തുടർന്നു ഇവർ. ആദ്യ ലക്ഷ്യം ഇയാളുടെ അക്കോമഡേഷൻ എങ്ങനെയാണ്, എവിടെയാണെന്നൊക്കെ നോക്കുക എന്നുള്ളതാണ്. ഇയാൾ എലിവേറ്ററിൽ കയറിയപ്പോൾ ഇസ്രയേലിൻ്റെ സ്ക്വാഡിൽ 2 പേരും എലിവേറ്ററിൽ കയറി. ആ എലിവേറ്ററിൽ കയറിയ ആളുകൾ ടെന്നീസ് കളിക്കാരുടെ വേഷത്തിലായിരുന്നു. ആ ടെന്നീസ് റാക്കറ്റില്ലേ, ബാറ്റ്, അതും ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ. വെറുതെ വേഷം മാത്രം അല്ല. അപ്പോൾ സംശയിക്കില്ല, എവിടുന്നോ കളിക്കാൻ വന്നിട്ടുള്ള ആളുകളെന്നല്ലേ കരുതുള്ളൂ. മുകളിലേക്ക് ഇയാളുടെ കൂട്ടത്തിൽ എലിവേറ്ററിൽ ഇയാൾ മുറിയിലേക്ക് ചെല്ലുന്നവരെ, ഏത് മുറി എങ്ങനെ എന്നൊക്കെ നോക്കല്. അത് കഴിഞ്ഞ് അവിടുന്ന് ഈ ടെന്നീസ് ബാറ്റുമായിട്ട് പോയ ആ 2 പേര് പുറത്തെ ആളുകൾക്ക് വിവരം കൊടുത്തു. റൂം നമ്പർ 203 ഇതാണ്. വേറെ സംഘത്തിന് അത് പറഞ്ഞു. ഇയാൾ മഹ്ബൂബ് മുറിയിൽ പോയി ഫ്രഷായി, കുളിച്ചു, കുറച്ചു നേരം വിശ്രമിച്ചു. അത് കഴിഞ്ഞ് വൈകിട്ട് 4:30 അയാൾ പുറത്ത് മറ്റേ ഇറാൻകാരെയൊക്കെ കാണാനായിട്ട് ചർച്ചയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴും പിന്തുടർന്നു. ഇസ്രയേലിന് ആ ജോലി ഏൽപ്പിച്ചിട്ടുള്ള ആളുകൾ പിന്തുടർന്നു, വിവരങ്ങൾ കൊടുക്കാനൊക്കെ. അയാൾ പോയി കഴിഞ്ഞ ഉടനെ ഫ്രഞ്ച് പാസ്പോർട്ടുള്ള ഒരാൾ ഹോട്ടലിൽ വന്നു. അയാളുടെ പാസ്പോർട്ടിൽ ഉണ്ടായിരുന്ന പേര് പീറ്റർ എൽറിംഗർ എന്നാണ്. പീറ്റർ എൽറിംഗർ, ഫ്രഞ്ച് പാസ്പോർട്ടുമായിട്ട്. ഇപ്പം നമ്മൾ മൊസാദിൻ്റെ കഥ പറയുന്നതിലും ഒക്കെ യൂറോപ്യൻ പേരുകൾ സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. അത് എല്ലാ മൊസാദ് കഥകളിലും ഇങ്ങനെ വരും. വ്യാജ പാസ്പോർട്ടും ഒക്കെ ആയിട്ടാണ് വരിക, യൂറോപ്യൻസും ഒക്കെ ആയിട്ട് വരും. പീറ്റർ എൽറിംഗർ അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ 237 റൂം അതിലാണ് അയാൾ വന്നിരിക്കുന്നത്. എന്താണ് ഗുണം? ഈ മഹ്ബൂബിൻ്റെ 203 ഇല്ലേ, അതിൻ്റെ നേരെ എതിർവശത്തെ മുറിയാണിത്, 237. അയാൾ അവിടെ വന്നു. എന്നിട്ട് അയാളുടെ ദൗത്യം തീർന്നു ആ മുറി എടുത്തപ്പോൾ. എന്നിട്ട് 237 മുറിയുടെ കാർഡ് കീ ഇല്ലേ, നമ്മൾ കാർഡ് ഇടുന്നു, കാർഡ് കീ മറ്റൊരാൾക്ക് കൊടുത്തു. എൻ്റെ മുറിയുടെ കീ നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക്, നിശ്ചയിക്കപ്പെട്ട ആൾക്ക്. അപ്പോൾ അത് കൊടുക്കുന്ന ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഐറിഷ് പാസ്പോർട്ടുമായിട്ട് ഒരാൾ ലോബിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഐറിഷ് പാസ്പോർട്ടുള്ള ആളുടെ പാസ്പോർട്ടിലെ പേര് കെവിൻ ഡെവ്റോൺ എന്നാണ്. കെവിൻ ഡെവ്റോണിനാണ് ഈ കാർഡ് കീ കൊടുക്കുന്നത്. കെവിൻ്റെ കൂടെ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു ഐറിഷ് പാസ്പോർട്ടിൽ തന്നെ. ഗെയിൽ പൊള്ളാർഡ് ആണ് സ്ത്രീയുടെ പേര് ഉണ്ടായിരുന്നത്, ഗെയിൽ പൊള്ളാർഡ്. ഹോട്ടലിലെ രേഖകളിലൊക്കെ അങ്ങനെയാണ്. പാരീസിൽ നിന്നാണ് ഇവർ 2 പേരും ദുബായിൽ വിമാനം ഇറങ്ങിയത്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നാണ്. ഇസ്രയേലിൽ സംശയിക്കുമല്ലോ ഈ അന്വേഷണം വരുമ്പോൾ. പാരീസിൽ നിന്ന് അവർ 237 ഈ 2 പേരും, കെവിനും ഈ പൊള്ളാടും സ്ത്രീയും 237 മുറിയിലേക്ക് പോയി. ഈ കാർഡ് കീയുമായിട്ട് അവിടെ 15 മിനിറ്റ് മാത്രം ചെലവഴിക്കുന്നു. അത് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് 6:30 ആകുമ്പോൾ ഇയാൾ തിരിച്ചു വന്നു. ഈ മറ്റവർ ചെലവഴിച്ച എന്താണെന്ന് വെച്ചാൽ 230 എന്ന് പറഞ്ഞ മുറിയുടെ ഈ 203 203ൻ്റെ
ഈ കീയില്ലേ, കാർഡ്, ഇതൊക്കെ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവരുടെ കയ്യിൽ അത്യാധുനിക അതിനുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഉണ്ടാക്കുക, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാനും ഒക്കെ ആയിട്ടാണ് അവരുടെ ജോലി അതായിരുന്നു. 6:30 തിരിച്ചു വന്നു മഹ്ബൂബ്. അപ്പോൾ ഇസ്രയേൽ മൊസാദ് സംഘത്തിലെ 4 പേര് 237 പോയി. അത് അവരുടെ കയ്യിലാണല്ലോ ആ മുറി. പോയി. എന്നിട്ട് ഈ ഡ്യൂപ്ലിക്കേറ്റ് കീ അവരുടെ കയ്യിൽ മറ്റേ ആൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കോഡ്, ഈ മുറിയുടെ മഹ്ബൂബിൻ്റെ മുറിയുടെ കോഡ് അതും ഇവർ ഉണ്ടാക്കിയിരുന്നു. 8 മണി രാത്രി 8 മണിക്ക് 237 എന്ന് പറഞ്ഞ മുറിയിൽ നിന്ന് ആ 4 പേര് 203 തുറക്കാമല്ലോ അവർക്ക്. അതൊക്കെ ശരിയായി. കീയൊക്കെ ശരിയായല്ലോ. 203 തുറന്നിട്ട് അതിൻ്റെ അകത്ത് പ്രവേശിച്ചു അവർ. അപ്പോൾ ഇയാളെത്തുന്ന സമയം പുറത്തു നിന്ന് ഈ പിന്തുടരുന്ന ആളുകൾ ഇവരോട് പറഞ്ഞിരുന്നു, ഈ 4 പേരോട്, ഈ സമയത്താണ് അയാൾ എത്തുക 6:30 എന്നൊക്കെ ഉള്ളത്. അപ്പോൾ മഹ്ബൂബ് എത്തിയപ്പോൾ ഈ മുറി തുറന്ന് മഹ്ബൂബ് ഉള്ളിലേക്ക് കയറിയ ഉടനെ ഇവർ ഇയാളെ പിടിച്ചിട്ട് വിഷം കുത്തിവെച്ചു. ആ വിഷം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്വാഭാവിക മരണമാണെന്നേ തോന്നൂ. ഈ സ്വാഭാവിക മരണമാണെന്ന് തോന്നുന്ന ഒരു കഥ നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ടൂത്ത് പേസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതും സ്വാഭാവികമാണെന്ന് തോന്നാനാണല്ലോ. കാരണം പേസ്റ്റിൽ നിന്ന് വിഷം എന്ന് പറഞ്ഞ പോലെ പലതരം വിഷങ്ങളൊക്കെ അവരവിടെ ഉണ്ടാക്കി കൊടുക്കുന്ന ഡോക്ടർമാരൊക്കെ ഉണ്ട് അവിടെ, ശാസ്ത്രജ്ഞന്മാരും. വിഷം കുത്തിവെച്ചു. എന്നിട്ട് വസ്ത്രം അഴിച്ചു മഹ്ബൂബിൻ്റെ. പാജമ, രാത്രി ഉറങ്ങുമ്പോഴൊക്കെ അതാണല്ലോ വേണ്ടേ, പാജമ. എന്നിട്ട് അയാളെ ഉറങ്ങുന്ന പോലെ കിടത്തി കട്ടിലിൽ. ഉറക്കത്തിൽ മരിച്ചുപോയി. ഉറങ്ങുകയാണെന്നേ തോന്നുള്ളൂ. 20 മിനിറ്റ് അവരവിടെ സ്പെൻഡ് ചെയ്തിട്ട് 8:45 അവിടെ നിന്ന് ഇറങ്ങി ഈ 4 പേര്. എന്നിട്ട് അകത്ത് നിന്ന് പൂട്ടി. അതിനുള്ള സംഗതിയൊക്കെ അവരുടെ കയ്യിലുണ്ടല്ലോ. അവരുടനെ തന്നെ ദുബായിൽ നിന്ന് പോയി. ആ കൊല ചെയ്ത 4 പേര് ദുബായിൽ പിന്നെ അവരില്ല. അടുത്ത ഫ്ലൈറ്റിൽ അവർ സ്ഥലം വിടുകയാണ്. അടുത്ത ദിവസം ഉച്ചയ്ക്കാണ് ഈ ഹോട്ടലിലെ ജീവനക്കാർ ഇയാളെ തെരഞ്ഞ് മരിച്ച നിലയിൽ കാണുന്നത്. അപ്പോൾ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ തലച്ചോറിൽ BP കൂടി എന്നേ കണ്ടുള്ളൂ. അതല്ലാതെ വിഷം കുത്തിവെച്ചതാണെന്നൊന്നും മനസ്സിലായില്ല. യൂറോപ്യൻ പാസ്പോർട്ടിൽ എന്നിട്ട് പക്ഷേ ഈ ഇവിടുത്തെ അന്വേഷകർക്ക് സംശയം തോന്നി ഇതിനെപ്പറ്റി. ഹമാസിൻ്റെ പ്രതിനിധികൾക്കൊക്കെ സംശയം തോന്നി. ഹമാസിൻ്റെ പ്രതിനിധി ഗാസയിൽ നിന്ന് ദുബായിലെ പോലീസിനെ വിളിച്ചു. ഇതങ്ങനെ സ്വാഭാവികമായിരിക്കാനായിട്ട് വഴിയില്ല. എന്നിട്ട് ഇവിടുത്തെ പോലീസ് ഇത് ടേക്കപ്പ് ചെയ്യാണ്. അപ്പോൾ ദുബായ് പോലീസ് അവർ യൂറോപ്യൻ പാസ്പോർട്ടിൽ വന്നിട്ടുള്ള ജൂതന്മാരായിരുന്നു ഇതൊക്കെ ചെയ്തതെന്ന് കണ്ടുപിടിച്ചു. 33 പേരുണ്ടായിരുന്നു ഈ മൊത്തം ടീം. അത് ഇന്ന ആളുകളൊക്കെയാണെന്ന് കണ്ടുപിടിച്ചു. പക്ഷേ യൂറി ബ്രോഡ്സ്കി എന്ന് പറഞ്ഞൊരാളെ പോളണ്ടിൽ വെച്ച് ഈ 33 പേരിൽ യൂറി ബ്രോഡ്സ്കി എന്ന് പറഞ്ഞൊരാളെ പോളണ്ടിൽ വെച്ചിട്ട് അറസ്റ്റ് ചെയ്ത് ജർമ്മനിയിലേക്ക്, കാരണം അയാൾ ജർമ്മൻ പാസ്പോർട്ടിലായിരുന്നു, ജർമ്മനിയിലേക്ക് ഡിപ്പോർട്ട് ചെയ്തല്ലാതെ ഈ 33-ൽ ഒരാളെയും പിടിക്കുകയുണ്ടായില്ല. അവർ വേറെ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ടെലോവിയിലാണെങ്കിൽ പിടിക്കാൻ പറ്റുമോ, അമേരിക്കയിലാണെങ്കിൽ പിടിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഈ മഹ്ബൂബിൻ്റെ മുൻഗാമി, മുമ്പ് പട്ടാള മേധാവിയായിരുന്ന ആൾ ഹമാസിൻ്റെ, അയാളുടെ പേര് ഷെയ്ഖ് ഖലീൽ. അയാൾ 2006-ൽ ഡമാസ്കസിൽ കൊല്ലപ്പെടുകയായിരുന്നു. ഈ സ്ഥാനത്തൊന്നും ഉള്ളവർ വെച്ചേക്കില്ല. അല്ല, അത് കാരണം അവർ ചെയ്യുന്ന പണി വേറെ ഇതാണല്ലോ. അവർ ലോകത്തുള്ളവരെ മുഴുവൻ കൊല്ലാൻ നടക്കുകയാണല്ലോ. ഭീകരരാണ്. മതഭീകരരാണ്, ശത്രുതയാണ്, അന്ധമായ ശത്രുതയാണ്. അങ്ങനെയുള്ള ആളുകളെ ഉന്മൂലനം ചെയ്യണം, അല്ലെങ്കിൽ ലോകത്തിന് ആപത്താണ്. ജൂതന്മാരാണെങ്കിൽ എല്ലായിടത്തും ബാങ്കിങ്, ഈ ധനികരാണ്, പല സ്ഥലത്തും പലതരം വ്യവസായങ്ങൾ നടത്തുന്ന ആളുകളൊക്കെയാണ്. ഇതൊക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ സമാധാനമാണ് ആവശ്യം. അതെ,
സമാധാനത്തിന് നല്ല വിളവ് കിട്ടാൻ കള പറിച്ചേ പറ്റുള്ളൂ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.